Hello, good evening. Yes, good evening. Good Good Sarwan. evening. Good Okay. evening. Good evening, sir. Happy Christmas Good കഴിഞ്ഞില്ലേ സാറേ? evening, sir. Yes, പറയൂ. Good evening to all. Aishwarya, good evening. Good evening, sir. Good evening, Sir. Baba. Okay. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ? Yes, I know. ആ എല്ലാരും ലീവ് കഴിഞ്ഞെത്തി. ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് സാറിന്റെയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് തകർത്തോ എക്സാം ഒക്കെ? എക്സാം ഒക്കെ ഫുള്ള് എഴുതി. പക്ഷെ ഫുള്ള് എഴുതിയത് ഫുള്ള് മാർക്ക് ശരിയായിട്ടില്ല. എന്തായാലും പാസ്സായി. Okay. പാസ്സായി. Okay, very good. Congratulations. സാറിന്റെ നമ്പർ ഒന്ന് ഇടാൻ പറ്റാമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട്. ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് സാറിന്റെ നമ്പർ ഒന്ന് തരാൻ പറ്റും. ഞങ്ങൾ ബാക്കിയുള്ള ടീച്ചേഴ്സിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാനായിട്ട് നമ്പർ. പറയാം, അത് കുഴപ്പമില്ല. ഓക്കെ സാർ. മതി സാർ. പിന്നെ ക്രിസ്മസ് ഒക്കെ തകർത്തു അല്ലേ? അടിപൊളിയായി. ഓക്കെ, വെരി ഗുഡ്. എന്റെ ഹാങ് ഓവർ ഒക്കെ തീർന്നാ? നമ്മൾ ടൂറ് പോകണം, അതൊക്കെ തീർന്നല്ലേ? ശരി. ഒരു ടൂറ് പോകണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ആ ടൂറ് പോകുന്ന 10-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി 6-ാം തീയതി മുതലേ ഹാങ് ഓവർ കൊടുക്കും. ഒരു കാത്തിരിപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം ടൂറ് പോയി കഴിഞ്ഞ് വന്നാലും 1-2 ദിവസത്തേക്ക് ആ ടൂറിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല. അതിന്റെ കുറച്ച് കേട്ടത് നടക്കും അല്ലേ? പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ജീവിയാണ് സീബ്ര എന്ന് പറയുന്ന ഒരു ജീവി. സീബ്ര എന്ന് പറയുന്ന ജീവിക്ക് ഒരു പ്രത്യേകത പറയുന്നത്, അതിനൊരു വന്യമൃഗം ആക്രമിക്കാൻ വേണ്ടി ഓടിച്ചിട്ട് വിചാരിക്കും. അത് ഓടി രക്ഷപ്പെട്ട് ആ സെക്കൻഡിൽ അത് മറന്നു. പിന്നെ അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവില്ല. പിന്നെ വീണ്ടും ഓടിച്ചിട്ടുമ്പോഴാണ് വീണ്ടും അടുത്ത പ്രശ്നം വരുമ്പോൾ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ സീബ്രകളെ പോലെയാണ്. നമ്മളത് കുറച്ചേരം മറക്കണം. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം യെസ്റ്റർഡേ ദാറ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ. ടുഡേ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതർവൈസ് അവർ ലൈഫ് വിൽ ബി ടിഷ്യൂ പേപ്പർ. ഓക്കെ, യെസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിച്ചിരിക്കാൻ നമുക്ക് തോന്നും. ഓക്കെ ഹരിത, ഓക്കെ, യെസ്. അപ്പൊ ഞാനേ ആ എടുത്ത സംഗതി ഒന്നും മറന്നുപോയി. നമ്മൾ എവിടം വരെയാണ് എടുത്ത് നിർത്തിയേക്കുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരും പറയാതെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സർ. പാസ്റ്റ് പാർട്ടിസിപ്പിളില് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിനുള്ളത് അവിടെ വെച്ച് അവസാനിച്ചു. യെസ്, ഓക്കെ. അപ്പോ 1-2 പേര് നിങ്ങളുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പറയണം. സമയം തരാം. അതൊക്കെ ഒന്ന് മനസ്സിലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. ക്രിസ്തുമസ് ആഘോഷം വേണമെന്നില്ല, ചിലപ്പോൾ വേണമെന്നില്ല ക്രിസ്മസ് വെക്കേഷന് എവിടെയെങ്കിലും ടൂർ പോയതോ അങ്ങനെയുള്ള സംഭവങ്ങളോ അത് എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ പറയേണ്ട താമസം നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം അല്ലേ സൈനു? യെസ്. ഓക്കെ. വിശ്വാസത്തിലല്ലേ നമ്മളെല്ലാം. യെസ്, വെരി ഗുഡ്. ഓൾ ആർ ദ മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ് അല്ലേ? എല്ലാവരും ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളാണ്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷനേ വേണ്ട. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 5-ല് ആർട്ടിക്കിൾ എന്ന് പറയുന്ന സംഗതിയാണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 5-ലെ ആർട്ടിക്കിൾ.
ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇംഗ്ലീഷില് 2 ടൈപ്പ് ആർട്ടിക്കിൾ ഉണ്ട്. അത് 2 ആർട്ടിക്കിൾ നമ്മൾ വിഭജിച്ചിരിക്കുകയാണ്. ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും വേറൊന്നിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയും. സോ വി ക്യാൻ സേ ആർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 2. 2ആയിട്ട് നമുക്ക് വിഭജിച്ചിരിക്കുന്നു. വൺ ഈസ് കോൾഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. അതില് THE ദി എന്ന് പറയുന്നതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദി എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ഇവിടെ ഡീറ്റെയിലോ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും രണ്ടാമത്തേനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നു. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ THE ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നു. എ അല്ലെങ്കിൽ ആൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. നമ്മൾ ഇതിപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച അതേ സാധനം തന്നെ. വോവൽസ് വരുമ്പോ, വോവൽ സൗണ്ട് വരുമ്പോ എ ഉപയോഗിക്കില്ല, മറിച്ച് ആൻ ഉപയോഗിക്കും. ആൻ അംബർല, ആൻ എലിഫന്റ്, ഇതേ സംഗതി തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കുന്നത് മാത്രമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മള് നൗണിനെ, അതായത് ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന പേരിനെ 2ആയിട്ട് വിഭജിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കൗണ്ടബിൾ, നെസ്റ്റഡ്, അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നത്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കാത്തത്. കൗണ്ടബിളും അൺകൗണ്ടബിളും. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ചാണ്. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി. അപ്പോ ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിനെ കൂടിയും വരും, അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിനെ കൂടി വരും. കൗണ്ടബിളും വരും, അൺകൗണ്ടബിൾ. യെസ്. അതിൽ തന്നെ സിംഗുലർ ആയിട്ടുള്ളതിനെ കൂടി വരും, പ്ലൂറൽ ആയിട്ടുള്ളതിനെ കൂടി വരും. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ, പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ദി ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദി എവിടെയെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് സിംഗുലറിനെ കൂടി വരും, പ്ലൂറലിനെ കൂടി വരും. നമുക്ക് പറയാം, ഒരു ബുക്ക് ഉള്ളത് നമുക്ക് ബുക്ക് എന്ന് പറയല്ലേ, ദി ബുക്ക് എന്ന് പറയാം. ദി ബുക്ക് അല്ല, ഒരെണ്ണേ ഉള്ളൂ, ദി ബുക്ക്. ദി ബുക്സ് എന്നും പറയാം. ആ സെന്റൻസ് ദി ബുക്സ് എന്ന് പറയാം. ദ മാൻ എന്ന് പറയാം, അപ്പൊ ഒരെണ്ണേ ഉള്ളൂ, ദി മെൻ എന്നും പറയാം. എപ്പോഴും ദി എന്ന് പറയുന്ന ആ വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ടു പർട്ടിക്കുലറൈസ്, ഒരു എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് എടുത്തു പറയുന്നതിനെയാണ് നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് പറയുന്നതിൽ നിന്ന് ഒരു കാര്യം എന്തെങ്കിലും നമ്മൾ എടുത്തു പറയുന്നതിനെയാണ് നമ്മൾ ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ദിസ് സാരി ബ്രോട്ട് ബൈ മൈ ഹസ്ബൻഡ് യെസ്റ്റർഡേ ഈസ് വെരി ഗുഡ്. ഇന്നലെ എന്റെ ഭർത്താവ് വാങ്ങിക്കൊണ്ടുവന്ന സാരി വളരെ നല്ലതാണ്. അപ്പൊ സാരി വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല പറയുന്നത്. ഇത് എല്ലാ സാരിയെ കുറിച്ചല്ല പറയണത്. ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന സാരി, കണ്ട, ആ സാരിയെ ഹൈലൈറ്റ് ചെയ്യും, ദിസ് സാരി. അല്ലാതെ വെറും സാരി എന്നല്ല. എല്ലാ സാരി എന്ന് പറഞ്ഞാൽ സാരി ഈസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എല്ലാവരും നല്ലതെന്നല്ല ഞാൻ പറയാം, അതൊക്കെ മോശമാണ്. പക്ഷെ എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന സാരി ഉണ്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു സംഗതിയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന, എടുത്തു പറയുന്ന ആ സ്ഥലത്താണ് ദി എന്ന് പറയുന്ന ആർട്ടിക്കിള് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം ടു സ്പെസിഫൈ എ പേഴ്സൺ ഓർ എ തിങ്. ഒരു വ്യക്തിയെയോ ഒരു സംഗതിയെയോ ഒന്നുകൂടി ഒന്ന്
സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയും. വേണ്ട, നിങ്ങളൊന്ന് എഴുതിക്കും ഒരു എക്സാമ്പിൾ. ആ എക്സാമ്പിൾ ഇതാണ്. ദിസ് ഈസ് എ ബോയ്, BOY, ബോയ്. ദിസ് ഈസ് എ ബോയ്. അടുത്തൊരു എക്സാമ്പിൾ കൂടി എഴുതിക്കോ. ദിസ് ഈസ് the boy who came yesterday. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോട്ടെ. ലുക്ക്, നോക്കിയേ, ദിസ് ഒരു കുട്ടി നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നേക്കാണ്. അപ്പൊ നമുക്ക് പറയാം ദിസ് ഈസ് എ ബോയ്, ഒരു ആൺകുട്ടിയാ വന്നേക്കണത്. കോമൺ ആയ കാര്യം പറയും, ഇതൊരു ആൺകുട്ടിയാകും, ദിസ് ഈസ് എ ബോയ്. അപ്പൊ അവിടെ ആ ബോയ് എന്ന് പറയുന്നതിന് തൊട്ട് മുന്നിൽ നമ്മൾ ഉപയോഗിച്ചത് എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എ. പക്ഷെ അവിടെ നമ്മൾ ദി ഉപയോഗിച്ചില്ല. പക്ഷെ അതേ സെന്റൻസ് നമ്മൾ അടുത്ത എക്സാമ്പിൾ നമ്പർ 2 പറഞ്ഞിരിക്കണം. നോക്കി, ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. കണ്ട, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കുട്ടി എന്നുള്ള പറയും, ഇത് മറ്റേ കുട്ടി. ദിസ് ഈസ് ദ ബോയ്. എങ്ങനെയുള്ളത്? ഹു കെയിം യെസ്റ്റർഡേ, ഇന്നലെ വന്ന കുട്ടി, ഇന്നലെ വന്ന ആൺകുട്ടി, അതിവനാണ്. അപ്പൊ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, പർട്ടിക്കുലറൈസ് ചെയ്യണം അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യണം. ഈ കുട്ടിയാണ് ഇന്നലെ വന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തു പറയുമ്പോൾ അവിടെ എന്ത് വരും? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ചേർക്കണം. ഇപ്പൊ അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് എ ബോയ്, കോമൺ ആയിട്ടുള്ള കാര്യം, ഇതൊരു ആൺകുട്ടിയാണ്. പക്ഷെ ദിസ് ഈസ് ദ ബോയ്, അവിടെ ദി ചേർത്തു. ഹു കെയിം യെസ്റ്റർഡേ, ഇന്നലെ വന്ന കുട്ടി ഇതാണ്. വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ ഞാൻ പറയണം, എഴുതണ്ട, ഓർത്താൽ മതി. ബുക്സ് ആർ യൂസ്ഫുൾ, ബുക്കുകള് ഉപകാരപ്രദമാണ്. ബുക്സ് ആർ യൂസ്ഫുൾ, ബുക്കുകൾ വളരെ ഉപകാരപ്രദം, കോമൺ ആയിട്ടുള്ള കാര്യം പറയും. അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ദി ചേർത്ത് നമുക്ക് പറയാം. ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ യൂസ്ഫുൾ. അപ്പൊ അവിടെ ബുക്കിന്റെ മുന്നേ ദി ചേർത്തു. എല്ലാ പുസ്തകവും നല്ലതാണെന്നല്ല പറയുന്നത്, APJ അബ്ദുൽ കലാം എഴുതിയതായിട്ടുള്ള ബുക്കുകൾ അതാണ് നല്ലത്. കണ്ട, ദ ബുക്സ്, അവിടെ ദി ബുക്സ് ചേർക്കുകയാണ്. ദി ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ഈസ് the books written by APJ അബ്ദുൽ കലാം are useful. അത് വളരെ പ്രയോജനകരമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ നിങ്ങളോട് ഭർത്താവ് ചോദിക്കുക, രാവിലെ ചായക്ക് എന്താണ് കടി? അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ദി പുട്ട് എന്ന് പറയണം. കാരണം എല്ലാ ദിവസവും ഉണ്ടാക്കിയേക്കുന്ന പുട്ടല്ല ഇത്, സംതിങ് സ്പെഷ്യൽ. അപ്പൊ അല്ലെങ്കിൽ സാധാരണ ഉണ്ടാക്കിയത് നിങ്ങൾ വെറുതെ പുട്ടെന്ന് പറഞ്ഞാൽ, സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇന്നത്തെ പുട്ടിന് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകത, ഇന്ന് ഐ പ്രിപ്പയർഡ് ദ സ്റ്റീം കേക്ക്. അല്ല, ആ ദി അവിടെ ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? അതൊരു സ്പെഷ്യലൈസേഷനാണ്. ഇന്നത്തെ സ്റ്റീം കേക്ക് വേറൊരു മോഡലാണ്, അല്ലാതെ വേറെ ചില ചേരുവകളെ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുമ്പോ അവിടെ നമ്മൾ എന്ത് വരുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കൂടി പറയാം. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്ത് അറിഞ്ഞാൽ മതി. അതായത് ആർട്ടിക്കിളിനെ രണ്ടായിട്ട് വിഭജിച്ചു. ആ രണ്ടായിട്ട് വിഭജിച്ചതിന് ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും രണ്ടാമത്തിന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയുന്നു. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദി എന്ന് പറയുന്നതാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ആൻ ആണ്. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അത് നമ്മൾ തൽക്കാലം മാറ്റിവെച്ചു. നമ്മൾ ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ദി എന്ന് പറയുന്ന ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ടു സ്പെസിഫൈ, ടു പർട്ടിക്കുലറൈസ്, ടു ഹൈലൈറ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാം.
ഒന്നും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ, എന്തെങ്കിലും ഒരു പ്രത്യേകത കൂടി എടുത്തൊന്ന് പറയാൻ, അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അത് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സൈനു, യെസ് സർ. ദി വെച്ചിട്ടൊരു വാചകം പറഞ്ഞ. തീ വെച്ചിട്ടോ? ദി വെച്ചിട്ട് വരാവുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ വെച്ചിട്ടൊരു വാചകം പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ചെയ്തു. ഒരു എക്സാമ്പിൾ പറയാണ്. ദ കേക്ക്, അല്ല, ദ കേക്ക് ഐ പ്രിപ്പയർഡ് ഡ്യൂറിംഗ് ക്രിസ്മസ് ഹോളിഡേസ് വാസ് വെരി ടേസ്റ്റി. എല്ലാ കേക്കും അല്ല, അതിന് ടേസ്റ്റ് ഉണ്ടായില്ല, പക്ഷെ ക്രിസ്തുമസിന് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ദാറ്റ് വാസ് വെരി ടേസ്റ്റി. അല്ലെങ്കിൽ നമുക്ക് പറയാം, നോക്കിയേ, ഒരാള് ദിസ് ഈസ് ദ മാൻ, ദിസ് ഈസ് ദ മാൻ, ഇതാണ് ആ മനുഷ്യൻ, whom I love, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യൻ. എല്ലാവരും മനുഷ്യരാണ്, പക്ഷെ ദിസ് ഈസ് ദ മാൻ whom I love, ആരെയാണോ ഞാൻ സ്നേഹിക്കുന്നത് അതാണ് ഇത്. ദിസ് ഈസ് ദ മാൻ ഹൂ ഈസ് മൈ ഹസ്ബൻഡ്, ഇത് ഈ മനുഷ്യൻ, ദിസ് ഈസ് ദ മാൻ, ഇതാണ് ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? എന്റെ ഭർത്താവായ മനുഷ്യൻ. എല്ലാവരും അല്ല. യെസ്, എന്താണ് സൈൻ വെച്ചിരിക്കുന്നത്? ശരി 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 ശരി. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ സൈനു ആസ്വദിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് സൈനു, പറഞ്ഞോളൂ. അല്ലെങ്കിൽ സൈനു ഇപ്പം മനോഹരമായ വേറെ എന്തൊരു സംഗതി പറയാൻ വേണ്ടി ആഗ്രഹിച്ചു, പറഞ്ഞോളൂ സൈനു. അത് കഴിഞ്ഞ് സിജി റെഡി ആയിട്ട് നോട്ടാ, ജി വെച്ചിട്ട് പറയാം. ഞാൻ പറയട്ടെ. ദിസ് ഈസ് ദ സാർ, ദ സാർ ഇംഗ്ലീഷ് മോണ്ടിസോറി സാർ. അതെങ്ങനെയാ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ. ദിസ് ഈസ് ദ സാർ ഹു ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാർ ഇതാണ്. അല്ല, ദിസ് ഈസ് ദ സാർ ഹു ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഹു എന്ന് പറയുന്ന വാക്കിനെ ആയ എന്നർത്ഥം. ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയ, ദിസ് ഈസ് ദ സാർ, അതാണ് ചിരിച്ചല്ലേ. ദിസ് ഈസ് ദ സാർ ഹു ടീച്ച് അസ് ഇംഗ്ലീഷ്. സിജി പറഞ്ഞോളൂ. പറഞ്ഞു ഓരോരുത്തരും മനസ്സിൽ ആലോചിച്ച് വെച്ചോട്ടാ. ദി വെച്ചിട്ടൊരു വാചകം. സിജി പോയാ? സിജി സാമുവൽ, യെസ്, പറഞ്ഞോളൂ. ഓർമ്മ അപ്പുറത്ത് രസകരമായി. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. This is the novel I told you yesterday. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദിസ് ഈസ് ദ നോവൽ. ഒരു ബുക്ക് കാണിച്ചോളൂ. ഇത് നോവലാണ്, അവിടെ ഇരിക്കുന്നതൊക്കെ നോവലാണ്. പക്ഷെ ദിസ് ഈസ് ദ നോവൽ വിച്ച് ഐ ടോൾഡ് യു യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ പറഞ്ഞ നോവലില്ലേ, അതിതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തൊരാൾ പറഞ്ഞ് ദീ വെച്ചിട്ടൊരു വാചകം പറഞ്ഞ്. The days spent with my family are very precious for me. ഓക്കെ ഷാജില, അല്ല എല്ലാ ദിവസവും അല്ല, എന്റെ ഫാമിലിയോടൊത്ത് ഞാൻ ചിലവഴിച്ച ദിവസങ്ങൾ. ദിസ് ഈസ് ദ ബുക്ക് ഐ സെർച്ച്ഡ് ഫോർ ലാസ്റ്റ് 2 months. സുജാത കറക്റ്റ് ആണ്. ദ ടോപ്പ് ഓഫ് ദ ബസ്. ബസിന്റെ എല്ലാ ഭാഗങ്ങളും ദ ടോപ്പ് ഓഫ് ദ ബസ്, ബസിന്റെ മുകൾ ഭാഗം. യെസ്, ദിസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ദീ വെച്ചിട്ടൊരു വാചകം. This is the dress, my favorite dress. This is the dress which is my favorite. This is the doll that my daughter likes most. Like ഒരാളല്ലേ ഉള്ളൂ. I love visiting church, especially during the Eid. ഓക്കെ 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 ഓക്കെ, റെഡി. പിന്നെ അപ്പൊ ദി എന്ന് പറയുന്നതിന് ഉപയോഗം നിങ്ങൾക്ക് പിടികിട്ടിയില്ല. ടു പർട്ടിക്കുലറൈസ്, ടു സ്പെസിഫൈ, ടു ഡിനോട്ട് സംതിങ് സ്പെഷ്യൽ. പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത കൊണ്ട് എടുത്ത് പറയുകയാണ്. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഒരു ഉപയോഗം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ദി എന്ന് പറയുന്ന ആർട്ടിക്കിള് പ്രപഞ്ചത്തില് അല്ലെങ്കിൽ ലോകത്തില് ഒരെണ്ണം മാത്രമായിട്ടുള്ള സംഗതികളില്ലേ. ഒരു എക്സാമ്പിൾ പറയാം. സൂര്യൻ, അത് ഈ ലോകത്ത് ഒരെണ്ണമല്ലേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടി ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുന്നിൽ എന്ന് വെച്ചാൽ വിച്ച് ആർ ദർ ഈസ് ഓൺലി വൺ,
അങ്ങനെയുള്ള ആ നൗണിന്റെ മുന്നിൽ എപ്പോഴും ദി ചേർക്കണം. ദി സൺ, ദി സൺ. അപ്പൊ നമുക്ക് വേറെ എന്ത് പറയാം? ചന്ദ്രനെ പറയാലോ. ചന്ദ്രന് ലോകത്തൊരെണ്ണമല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ വെറുതെ മൂൺ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദി മൂൺ എന്ന് പറയണം. ദി മൂൺ. യെസ്. അതുപോലെ നമുക്ക് വേറെ പറയാം ഭൂമധ്യരേഖ. ഓക്കെ, ദ സൺ ഈസ് ദ ഹോട്ടസ്റ്റ് സ്റ്റാർ. ഓക്കെ സുജാത, അത് നമുക്ക് പറയാം. ദി ഇക്വേറ്റർ, ഭൂമധ്യരേഖ, അത് ഒരെണ്ണമല്ലേ ഉള്ളൂ. ദ ഇക്വേറ്റർ, ആകാശം, അത് കോമൺ ആയിട്ട് ഒന്നല്ലേ ഉള്ളൂ. ദ സ്കൈ. ഇനി ഏതെങ്കിലും ഒരു ബുക്ക്, അതായത് ഇപ്പൊ നമുക്ക് രാമായണ, അപ്പൊ ദി രാമായണ, ദി ബൈബിൾ, ദി ഖുറാൻ, ഇതിങ്ങനെയേ പറയാം. അപ്പൊ ലോകത്ത് പ്രപഞ്ചത്തില് ഒരെണ്ണം മാത്രമായിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ ആ സംഗതികളെ എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കും. രണ്ടാമത്തെ ഉപയോഗം നമ്മൾ പഠിച്ചു. എങ്ങനെ? പ്രപഞ്ചത്തില് ഓക്കെ അലീഷ, ദി മൂൺ, ദി സൺ, ദി സ്റ്റാർ. ഓക്കെ, യെസ്. ഇനി സിംഗുലർ ആയിട്ടുള്ള ഒരു വെർബിന്റെ മുന്നില്, അതായത് സിംഗുലർ, ഏകവചനം, ഒരാൾ, അതിന്റെ മുന്നില് ദി എന്ന് ചേർക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഡോഗ്, പട്ടി. ദി ഡോഗ് എന്ന് പറയുമ്പോൾ പട്ടി എന്ന് പറയുന്ന വർഗം മുഴുവൻ നായ്ക്കൾ. കൗ എന്ന് പറഞ്ഞ പശു. ദി കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു എന്ന് പറയുന്നത് കംപ്ലീറ്റ്, ദ ഹോൾ റേസ്, ആ പശു എന്ന് പറയുന്ന വർഗം മുഴുവൻ, അങ്ങനെ വരും. അപ്പൊ ഒരു റേസിനെ, ഒരു വർഗത്തെ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം. ദി കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗവാണ്, മുഴുവൻ കൗവായി. എക്സാമ്പിൾ പറയുന്നു. എക്സാമ്പിൾ ആയിരിക്കും. The dog is a faithful, F-A-I-T-H, faithful animal, A-N-I-M-A-L, animal. The dog is a faithful animal. ഓക്കെ, ഇവിടെ നോക്കിയേ. നായ ഒരു വിശ്വസ്തതയുള്ള മൃഗമാകുന്നു. ഒരു നായയല്ല വിശ്വസ്തതയുള്ള മൃഗം എന്ന് പറയുന്നത്, ലോകത്തുള്ള എല്ലാ നായ്ക്കളെയും കുറിച്ചാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ ദി കഴിഞ്ഞിട്ട് ആ സിംഗുലർ ആയിട്ടുള്ള ഒരു നൗൺ പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഹോൾ ഡോഗ്സ്. ഈ നാട്ടിലുള്ള, ഈ ലോകത്തുള്ള സകല നായ്ക്കളെയും ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ദ ഡോഗ് മീൻസ് ദ ഹോൾ ഡോഗ് ആണ്. ഒരു ഡോഗ് അല്ല കേട്ടോ, ഒരു വീട്ടിലെ നായല്ല, ദ ഹോൾ ഡോഗ്. അപ്പൊ മൂന്നാമത്തെ ഉപയോഗം നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യത്തേത് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേന് നമ്മൾ സൂചിപ്പിച്ചു പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ള വസ്തുക്കളുടെ കൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നു ദി എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് ഒരു സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഒരു വർഗത്തെ മുഴുവനും ആയിരിക്കും. ഒരു വർഗത്തെ, ആ പറയുന്ന വർഗത്തെ കംപ്ലീറ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് ചെയ്താൽ മതി. നദികളുടെ പേര് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കണം. ദി ഗംഗ, ദി യമുന. അപ്പൊ അങ്ങനെ നദികളുടെ പേരുകളുടെ മുന്നില്, മൗണ്ടൻസ്, പർവ്വതങ്ങളുടെ പേരുകളുടെ മുന്നില്, കടലുകൾ, ദ ഇന്ത്യൻ പസഫിക് ഓഷ്യൻ, ദി അറേബ്യൻ സീ, കടലുകൾ, ഗംഗ ഈസ് എ ഹോളി റിവർ. ഓക്കെ സുജാത, യെസ്. പിന്നെ ഐലൻഡ്സ്, ദ്വീപ സമൂഹങ്ങള്, ഉൾക്കടലുകള്, ഇതിന്റെ എല്ലാത്തിന്റെയും മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ദി എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് ചോദ്യം വന്നു കഴിയുമ്പോൾ ഒരു സെന്റൻസ് തരും, അവിടെ യൂസ് ദ ആർട്ടിക്കിൾ എന്ന് വരും. ചിലപ്പോ എക്സാമ്പിൾ ഇതായിരിക്കും,
ഓക്കെ. സുജാത, ഡാഷ് സൺ റൈസസ് ഇൻ ദി ഓക്കെ അമ്പിളി, ഡാഷ് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ആർട്ടിക്കിൾ. രണ്ട് ബ്രാക്കറ്റില് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ദി ഉണ്ടാവും, എ ഉണ്ടാവും, ആൻ ഉണ്ടാവും. അപ്പോ ശ്രീലക്ഷ്മി, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? എ ഉപയോഗിക്കും അല്ലേ? വിഷ്ണുപ്രിയ, ഇവിടെ ഒരെണ്ണം മിണ്ടണില്ല. ഞാനല്ലേ ഉപയോഗിക്ക? ഞാനതേ ശ്രീലക്ഷ്മി അങ്ങനെ ഏറ്റു പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് ചോദിച്ചു വെറുതെ പറഞ്ഞതാണ്. കറക്റ്റ് ദി തന്നെയാണത്. ഞാനിപ്പോ പറയണ എ പറയുമ്പോ അന്ന് എ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റാർ പറയോ? അങ്ങനെ എന്താ സ്റ്റാർ? സ്റ്റാറിന്റെ മുന്നിൽ ഉണ്ടാവും. യെസ്, അങ്ങനെ പറയും ദി സ്റ്റാർ. യെസ്. ഈ ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു പോയെന്ന് കേട്ടാ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറി വാങ്ങുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ വികാരി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന പണ്ട് കാലത്ത് പഠിച്ചിട്ടുള്ള സൺഡേ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കണം. എങ്കിലേ പുള്ളി ആ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു റെസീറ്റ് കൊടുക്കുള്ളൂ. അപ്പൊ അത് പെൺകുട്ടികളൊക്കെ, ആൺകുട്ടികളും വായിക്കണം പെൺകുട്ടികളും വായിക്കണം. പെൺകുട്ടികളൊക്കെ അത് പഠിച്ചെന്ന് പറയും, ആൺകുട്ടികൾ ആരും പഠിക്കൂല. അതിന് 10-30 വയസ്സായതിനു ശേഷമല്ലേ. ഓക്കെ സുജാത, ഇത് വായിക്കാൻ പോണം. അപ്പൊ അവരൊന്നും അത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോ നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള മനുഷ്യൻ ഇതേപോലെ ഇത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പള്ളിയിലെ വികാരി എടുത്ത് പോവുകയും, യെസ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. ദൈവത്തിന്റെ കൽപ്പനകള് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. 10 എണ്ണമാണ് ഉള്ളത്. ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ വന്ന പയ്യൻ പറഞ്ഞു 10. അപ്പൊ അച്ഛൻ വെറുതെ ഒന്ന് നമ്പർ ഇടാൻ വേണ്ടി 10 ഉള്ള. അപ്പൊ പുള്ളി മാറ്റി 11. 11 ഉറപ്പിച്ച 12. പുള്ളി ഇങ്ങനെ കയറ്റി 100 വരെ എത്തി. 100 വരെ എത്തിക്കഴിഞ്ഞപ്പോ പുള്ളിക്ക് അവിടുത്തെ വികാരിക്ക് മനസ്സിലായി ഈ പുള്ളി പഠിച്ചിട്ടില്ല. 10 ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഇതിനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് പറയാതെ കഴിഞ്ഞപ്പോ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ആ പയ്യനോട് പറഞ്ഞു, നീ പഠിച്ചിട്ടൊന്നുമില്ല, വീട്ടിൽ പോയി മര്യാദക്കൊക്കെ പഠിച്ചിട്ട് വലിയ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ പുള്ളി വിഷമിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ആ പള്ളിയുടെ ഗേറ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോ വേറൊരുത്തിന് ഇതുപോലെ കുറി വായിക്കാൻ പോകുന്നു. അപ്പൊ അവനോട് ചോദിച്ചു, എടാ ഈ ദൈവകൽപ്പനകൾ എത്ര ഉണ്ട്? അപ്പൊ പുതിയതായിട്ട് വന്ന പയ്യൻ പറഞ്ഞു, അത് 10. നിന്റെ 10 കൊണ്ട് അങ്ങാണ്ട് ചെല്ലു. ഞാൻ അവിടെ 100 വരെ പറഞ്ഞു, എന്നിട്ട് പോലും ഒരു രക്ഷയും കിട്ടിയിട്ടില്ല. അതുപോലെ ഞാൻ നേരത്തെ ശ്രീലക്ഷ്മിയോട് ചോദിച്ചപ്പോ വെറുതെ ഒരു ഇട്ട് പറഞ്ഞതാണ്. അഥവാ ശ്രീലക്ഷ്മി നമ്മൾ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. സൈനു കറക്റ്റ് ആണ്, ഡി ആണ് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നദികളുടെ പേരിന്റെ മുന്നില്, മൗണ്ടന്റെ പേരിന്റെ മുന്നില്, കടലുകളുടെ പേരിന്റെ മുന്നില്, ദ്വീപ് സമൂഹങ്ങളുടെ പേരിന്റെ മുന്നില്, ഉൾക്കടലുകള് അതിന്റെ പേരിന്റെ മുന്നിൽ എല്ലായിടത്തും എന്ത് വരുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ പറഞ്ഞ അത്രയും മനസ്സിലായില്ലേ? ഇതിന്റെ അകത്ത് വല്ല ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാരും കൂടി പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ പരീക്ഷയ്ക്ക് വരുന്നത് മാത്രമേ നിങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുള്ളൂ. അപ്പൊ വളരെ കൃത്യമായിട്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ആരാണ്? മെറിൻ ലിച്ചു.
ആ ഹലോ. എങ്ങനെയുണ്ടായിരുന്നു മെറിന്റെ ക്രിസ്തുമസ് ഒക്കെ? നന്നായിരുന്നു. നല്ലതായിരുന്നു. അത് ബലത്തിൽ പറ, നല്ലതായിരുന്നു അല്ലേ? നന്നായിരുന്നു. അതെ, ഞാനും ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറണേ, ഓൺലൈൻ ക്ലാസ്സിൽ. സിനിമ കയറിയിട്ടില്ലേ? റെക്കോർഡ് ക്ലാസ് ഇല്ല, റെക്കോർഡ് ക്ലാസ് അങ്ങനെ കണ്ടുവരണല്ലോ. അപ്പൊ ഇന്ന് കയറി കഴിഞ്ഞപ്പോ തോന്നിയില്ല ഇനി എല്ലാ ദിവസവും റെക്കോർഡ് ക്ലാസ്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ലൈവ് ക്ലാസ്സിൽ കയറണമെന്ന് തോന്നലേക്ക് തോന്നില്ലേ? നന്നായി, നല്ലതാ. തോന്നി. തോന്നി. ഓക്കെ ധൈര്യമായിട്ട് കയറാം. അപ്പോ മെറിന്റെ ഈ പ്രാവശ്യത്തെ 2024 ക്രിസ്തുമസ് ദിനം അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലോ മലയാളത്തിലോ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. എന്തിനാണ് നമ്മൾ മലയാളത്തിൽ പറയണത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓരോരുത്തരും മനസ്സിൽ കരുതി വെച്ചോട്ടാ. നിങ്ങളുടെ ആ ക്രിസ്മസ് വെക്കേഷൻ ആഘോഷം വേണമെന്നില്ല, ക്രിസ്മസ് വെക്കേഷൻ ഒരു പക്ഷേ ആ ക്രിസ്തുമസിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയതായിരിക്കാം, ഒരു സിനിമ കാണാൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ അന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയ മനോഹരമായ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ചിലവഴിച്ച കുറെ നല്ല നിമിഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പിടിച്ചെടുത്ത് തല്ലുപിടുത്തമായിരിക്കും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഒരു ക്ഷമിക്കാമായിരുന്നെങ്കിലും അത് വിട്ടുകൊടുക്കാണ്ട് അതിനെ പിടിച്ചുണ്ടാക്കിയ ആ തല്ലുപിടുത്ത ഒരു കോറൽ അതായിരിക്കാം. ഇതൊക്കെ രസകരമായിട്ടുള്ള. ഓക്കെ, അപ്പൊ പറഞ്ഞു മെറിന്റെ ജീവിതത്തിലെ ഈ 2024 ക്രിസ്തുമസ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. യെസ്. അപ്പൊ അതൊന്ന് പറഞ്ഞു. മൈ ക്രിസ്മസ് ഡേയ്സ് വേർ വെരി സൂപ്പർ. ഈ ക്രിസ്മസ് അന്ന് എന്തൊക്കെ ചെയ്തു അതൊക്കെ പറയാം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മെറിൻ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് പറയാം. എഴുന്നേറ്റ സമയം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, വെള്ളയപ്പത്തൊക്കെ ഉണ്ടാക്കി, കറികളുണ്ടാക്കി, ചിക്കൻ, അങ്ങനെ പോട്ടെ. ക്രിസ്മസിന്റെ തലേ ദിവസമൊക്കെ നമ്മള് പുൽക്കൂട് സെറ്റ് ചെയ്തു, ക്രിബ് ഉണ്ടാക്കി. അപ്പൊ തലേ ദിവസത്തെ നമുക്ക് പറയാം ഈവ് എന്ന് പറയാം. ഓൺ ദ ഈവ് ഓഫ് ദ ക്രിസ്മസ്. ഇപ്പൊ നമുക്കിപ്പോ എല്ലാ ദിവസവും ഇപ്പൊ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ അന്നത്തേക്കാളും നല്ലത് അതിന്റെ തലേ ദിവസം രാത്രിയാണ്. അത് ഈവ് ഓഫ് ക്രിസ്മസ്, ക്രിസ്മസിന്റെ രാവ്. ഓക്കെ, പറഞ്ഞോളൂ. അലീന ജസ്റ്റ് വരാൻ വിളിക്കാൻ. വിളിച്ച കുഴപ്പമില്ല. ഹോളി എത്ര മണിക്ക് എഴുന്നേറ്റ് വന്നു? അത് പുലർച്ചെ കുർബാന കഴിഞ്ഞ് വന്നപ്പോ നേരം ലേറ്റ് അപ്പൊ ഒരു 7 മണി, 7 o'clock. അപ്പൊ നമുക്ക് അവിടെ വെച്ച് ഐ ഗോട്ട് അപ്പ് അറ്റ് 7 o'clock in the morning. വെരി ഏർലി അറ്റ് 7 o'clock in the morning. അതിരാവിലെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു മാനസികാവസ്ഥ, ഐ വാസ് വെരി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കൊരു മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തളരിതമാകും. വർഷങ്ങൾക്ക് പുറകിലുള്ള ആ കോളേജ് ജീവിതത്തിലോട്ടും ആ സ്കൂൾ ജീവിതത്തിലോട്ടും നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ പറിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ഈ പരമടിച്ചിന്റെ കാര്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ വേറൊരു കഥ ആലോചിച്ച് പോയതാണ്, അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. വെരി ഇൻട്രസ്റ്റിംഗ്, ഹാപ്പി. മക്കളെ വിളിച്ച് ഉണ്ടാക്കി. ഓക്കെ, ചില വാക്കുകൾക്ക് ഇംഗ്ലീഷ് കിട്ടിയിരുന്നത് മലയാളത്തിൽ പറഞ്ഞോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പം മെറിൻ ആലോചിക്കാൻ സമയം തരാം. അപ്പൊ മെറിൻ പറഞ്ഞില്ല എന്നുള്ളതല്ല, മെറിൻ പറയാൻ കാണിക്കുന്ന ഈ ധൈര്യമില്ലേ, തെറ്റേലും പറയാൻ അതാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ടെൻഷനും വിഷമവും നമ്മൾ അങ്ങനെ കളയണം. എന്നിട്ട് നമ്മളത് പറയും. ഓക്കെ, അപ്പൊ ഓക്കെ മെറിൻ ആലോചിച്ചോളൂ, സമയം തരാം. ഓക്കെ. ഇനി നേരത്തെ ഒരാൾ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പേര് മറന്നുപോയി. ഇനി ആരാണ് പറയുന്നത് ക്രിസ്മസിന്റെ സെലിബ്രേഷനെ കുറിച്ചോ? ഇത് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. സാറേ ഞാൻ പറയാം.
എന്ന് ധൈര്യമായിട്ട് പറയും. ഞാൻ പറയട്ടെ. Yes, പറഞ്ഞോ. Christmas is very special to me because of my Kutai was born on 25th December. Yes. My son, his name Ayush Ajesh. My Christmas vacation was really busy to prepare many gifts for him. I made Yes. favorite favorite dish for him. I made Yes. prepare his favorite dishes, and he Oh. didn't like non-veg. He liked only vegetarian. He's vegetarian, and Yes. I prepare him for a sadhya, Yes. including um, Yes. cabbage, Yes. sambar, Yes. papadam, etc. Yes. And Yes. I order his favorite Spider-Man cake for him. That Yes. was vanilla flavor, and I made photo chocolate with his photo, and he is really like that, and he is really happy in that day. I made Yes. him very happy. My special and wonderful day was my Christmas Eve. Very good, Shil. Very good, very good, very good. Okay, 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 okay. Very good, very good. Okay, very good. നന്നായിരുന്നു. Very good, very good. Yes. Aline പറയും same as mine. My son's birthday is just before Christmas. Okay. Our well wishes. Okay. Happy birthday പറഞ്ഞോളൂ. Okay. Yes. ഇനി ആരാണ് പറയുന്നത്? സബിന പറയുന്നുണ്ടേ? സബിന റിയാസ്? Yes, sir. പറയൂ സബിന. സബിനയുടെ ക്രിസ്മസ് വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ Christmas vacation 27 is my birthday. Christmas vacation is very bad because my husband friend dead. Oh, yes. Correct. It was a sad day because due to unexpected death of my husband's friend. Okay. പിന്നെ exam Montessori exam is preparation. Yes. 2 days tour in Kodaikanal. Yes. Gunagev. Yes. It's very nice vacation. Is one more sad. Yes. One more sad incident. Which what is that? Friend is mom dead. Yes. Oh, yes. Son mother dead. Yes. Oh. Okay. Sabina. Okay. 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 ഇത് ഈ ഗ്രാമറൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. സബിന ഉദ്ദേശിച്ചത് നമുക്ക് പിടികിട്ടി. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അത് പറയാൻ കാണിക്കുന്ന ധൈര്യമില്ലേ, അതിനാണ് അപ്രീസിയേഷൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ അടുത്ത ആരാണ് ക്രിസ്തുമസിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്മസ് പറഞ്ഞോളൂ സുജാത, പറഞ്ഞോളൂ. This year we celebrated Christmas wonderfully. Yes, My sister-in-law made a delicious cake. Oh. The kids of our house cut the cake and we all shared it with our family. Yes. Then in the evening we all went for an outing. Yes. We took the kids to the park. Yes. They enjoyed a lot and we watched them playing so happily. Yes. Then we all went to a restaurant and had a delicious dinner. Oh, very good. As the day signifies, it was Yeah. a day of togetherness and happiness. Yes. And I went to bed went to bed thanking the Almighty for this most beautiful and happy day. Oh, yes, 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 yes. Sujata,
വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് ആ ഫ്രേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ് ദ ഡേ സിഗ്നിഫൈസ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഓക്കെ, കീപ് ഇറ്റ്. നന്നായിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ് Thank you, sir. ആ യെസ്. ഇനി ആരാണ്? സർ ഞാൻ പറയാം. യെസ് വെരി ഗുഡ്. അഖില വെരി ഗുഡ്. പറയൂ അഖില. Our Christmas celebration was simple yet memorable. യെസ്. ഓ വെരി ഗുഡ്. On the 22nd, a carol team visited our home and we joined in. Truly enjoy with a festival atmosphere. യെസ്. To make the day more special, I prepared a cake using Amrudam powder, യെസ്. which I had received from the Anganwadi center, especially for my son. യെസ്. ഓക്കെ. Cutting the sun on Christmas evening created an unforgettable memory. ഓ യെസ്. And it's a unforgettable Christmas in 2024. യെസ്. Thank you. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അഖില സൂപ്പർ. എന്താ പറയാ, ഒരു മാനസിക പരിഗണനയുള്ള രീതിയിലാണ് അഖില പ്രസന്റ് ചെയ്തത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. Thank you, sir. ആ അഖില ഓക്കെ. മെറിൻ റെഡിയായോ? റെഡിയാകുമ്പോൾ പറഞ്ഞോട്ടോ. ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ മതി. യെസ്. ഓക്കെ. ഇനി അടുത്ത ആരാണ് പറയുന്നത് അബൌട്ട് ദ ക്രിസ്മസ്? സർ ഞാൻ പറയാ. യെസ് പറയൂ. സാബു ആൽബി പറഞ്ഞോളൂ. My Christmas is very nice. On 24th, we went carol യെസ്. to visit house to house. യെസ്. ഓക്കെ. We also enjoyed because we climbed up hill and valley to Yes. every house and prayed to them. യെസ്. Then when they reached my house, I cut a cake them and I gave them യെസ്. cake. Then another day, 25th morning, we went to church and Yes. after church we took a Christmas tree. So wonderful Yes. gifts we got. യെസ്. Then after coming my house, I prepared food and my children told me to prepare afternoon food biryani. So I made them to give them. ഓക്കെ വെരി ഗുഡ് വെരി. Thank you. ഓക്കെ ഓക്കെ. മോളി വളരെ മനോഹരമായിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പറയാ, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ഉള്ള നടന്ന സംഭവം. നമുക്ക് ചിലത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെ അതൊന്നും മായ ചേർത്തിട്ടില്ല, ഉള്ള സംഭവം കൃത്യമായിട്ട് പറഞ്ഞിരിക്കാൻ നമുക്ക് തോന്നുമല്ലോ. ഓക്കെ വെരി ഗുഡ് മോളി. യെസ്. ഇനി അടുത്ത ആരാണ്? യെസ് പറയൂ. സർ പറയട്ടെ. ആ ഓക്കെ വിനീത പറഞ്ഞോളൂ. വിനീത. My Christmas days was very super. And that day I woke up early morning 5 o'clock. യെസ്. We were prepared appam and chicken stew. യെസ്. Then ഓക്കെ. we are prepared chicken biryani. Then Yes. we are eat and we went saw a film in theater. That movie Yes. named Barrows. My children enjoyed that movie. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡിഡ് യു എൻജോയ് ദ ഫിലിം? Yes, sir. Yes, Yes, sir. I enjoyed it. എൻജോയ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. ഇനി വെരി നൈസ്. ഓട്ടെ വിനീത. വെരി ഗുഡ്. കീപ് ഇറ്റ്. യെസ്. ഇനി ആരാണ്? ക്വീസ് നെസ്റ്റ്. ഇനി സാർ ഞാൻ പറയാം. യെസ്. ഓക്കെ പറഞ്ഞോളൂ. We enjoyed a lot during the Christmas Day occasion. We made Christmas tree and stars made by using color paper. We had an utsavam in our nearby temple. So the Christmas day, a comedy skit stage show played there. We enjoyed the program with our family. So the day is a memorable one. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ്. യെസ്. ഇനി ആരാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം നിങ്ങളൊന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ ഉണ്ടായത് പറയാം. സാർ സൈന് വരും. ഞാൻ സൈനുവിനെ ലാസ്റ്റ് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, പോന്നോളൂ. അതെ, ഫുള്ളായിട്ട് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത്രയും പേര് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചില വാക്കുകളൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടൂലേ.
ഓഹോ, അത് കിട്ടി. അങ്ങനെ ഒരു വാക്ക്. ആ, ഓക്കെ. ആസ് ദ ഡേ സിഗ്നിഫൈസ്. ഓക്കെ, എന്നൊക്കെ പറഞ്ഞ പോലെ ചില വാക്കുകളൊക്കെ അവിടെ നിന്ന് വീട് കിട്ടുമല്ലോ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു വീതി പരുവത്തിൽ അങ്ങനെ തട്ടാം. ഓക്കെ, എന്ത് പറയുന്നു? ക്രിസ്മസ് വെക്കേഷൻ ഹാപ്പി സൂപ്പർ. മൈ ഹസ്ബൻഡ് 1 month ജേർണി നാട്ടിലേക്ക് വന്നു. 1 month ലീവ്. സൂപ്പർ. പിന്നെ മൈ എക്സാമിന് തൃശ്ശൂര് പോയി, ട്രെയിനിൽ പോയി. തൃശ്ശൂര് ഷൊർണൂര് എക്സാം ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് അങ്ങ് ടൂറായിട്ട് പോയി. പിന്നെ ബിരിയാണി ക്രിസ്മസ് ഒരു ബിരിയാണി വെച്ചു. Yes, I prepared a biryani on Christmas. Christmas. മൈ സണ്ണിന് എക്സാം സൂപ്പർ ആയിരുന്നു. തൃശ്ശൂരില് അബാക്കസ് ഒരു എക്സാം ആയിരുന്നു അവിടെ ഒരു കോളേജിൽ വെച്ച്. പിന്നെ ഹാപ്പി ക്രിസ്മസ് 10 days സൂപ്പർ അടിപൊളിയായി. ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. യെസ്, ഓക്കെ സൈനു, വെരി ഗുഡ്. ഇനി ആരാണ് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഇനി 2025 ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ അന്നേരത്തേക്ക് പറയുമ്പോ ഇതൊന്നും ഒരു 10 ആളുകൾക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കലുണ്ട്. അപ്പോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയാൻ നമുക്ക് അവസരം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, പറയാൻ അവസരമുണ്ട്, കേൾക്കാൻ ആൾക്കാരുണ്ട്. യെസ്, ഈ റെക്കോർഡ് ക്ലാസ് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് പറയാം 2024 ഞാൻ ആഘോഷിച്ച ക്രിസ്മസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകളാണിത്. യെസ്, ഞാനാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആൾ റെഡിയാണ്. മെറിൻ ഡിജു, ആർ യു റെഡി? യെസ്, ഓക്കെ മെറിൻ, പറഞ്ഞോളൂ. ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവട്ടെ. No problem. Mistake is that not a problem. Christmas is very great and happiness. പിന്നെ the cake was cut and food preparation. We prepared the പുൽക്കൂട് സെറ്റ്. അത് ഞങ്ങളുടെ യൂണിറ്റിന് 3rd prize. പിന്നെ went to my home. പിന്നെ വൈകിട്ട് വീട്ടിൽ പോയി. അത്ര ഉണ്ട്. ഓക്കെ. അപ്പോ കുഴപ്പമില്ല മെറിൻ. ഓക്കെ, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ? ഇത് ഇവിടെ നിന്ന് അങ്ങനെ പോകെ ശരിയായിക്കോളും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോ ശില്പ പോയാ? യെസ്, ശില്പ പോയി. യെസ്, അഖില? അഖിലയും പോയി. യെസ്, രശ്മി? രശ്മിയ? സാർ മോൻ ഇവിടെ ഭയങ്കര വികൃതി കാണിക്കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല സാർ. ഭയങ്കര വികൃതിയിലാ. ഓക്കെ, വെരി ഗുഡ്. നോ പ്രോബ്ലം. പിള്ളേരെ ആകുമ്പോൾ വികൃതി കാണിക്കണമല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, വിനീതയുമില്ല. ഇനി ആരാണ്? ഒരു ധൈര്യമുള്ള ഒരാൾ കൂടെ വന്ന്. ധൈര്യമുള്ള ഒരാള്. അമ്പിളി സജീവ്? ഓക്കെ. അമ്പിളി, 2024 വിട്ട് പറയുകയാണ്. ഈ നമ്മൾ തമ്മിൽ കാണുന്നത്, എല്ലാവരും തമ്മിൽ കാണുന്നത്
ഇംഗ്ലീഷ് അത്രയ്ക്ക് പോരാ. അതിന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. 2025 നമ്മളിത് നമ്മൾ കാണുന്നത്. പറ്റുന്ന മാതിരി പറയാം. ആദ്യമായിട്ടാണ് കേട്ടോ, ഓൺലൈൻ ക്ലാസ്സിലും ആദ്യമായിട്ടാ സാറിന്റെ. ആക്ച്വലി ഇപ്പൊ തോന്നിയില്ലേ ഇനി എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ കയറണമെന്ന് തോന്നല് വന്നു? തോന്നുന്നുണ്ട്. നോട്ട് സെലിബ്രേറ്റഡ് ക്രിസ്മസ്. ക്രിസ്മസ് വേണമെന്നില്ല, നമുക്ക് ന്യൂ ഇയറിനെ കുറിച്ച് പറഞ്ഞാലും മതി. ക്രിസ്മസ് ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന 2025 കുറിച്ചുള്ള പ്രതീക്ഷകൾ പറഞ്ഞാലും കുഴപ്പമില്ലാന്ന്. യുവർ എക്സ്പെക്ടേഷൻ, യുവർ ഡ്രീംസ് അബൌട്ട് 2025. ഓക്കെ, പറഞ്ഞോളൂ. Dreams. The main dream is the Montessori course is completed and. ഇതാണ് അറിയാൻ പാടില്ല. കറക്റ്റ് അല്ലേ? My main dream is to complete Montessori class. Okay. A good job. നല്ലൊരു ജോലി നേടുക. Good job. വേറെ എന്താ പറയാ? പറയാൻ പറ്റുന്നില്ല. ക്രിസ്മസ് പിന്നെ വെക്കേഷനെ പറ്റി പറയട്ടെ. 2 വേർഡ്സ് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ചോദിക്കുകയാണെങ്കിൽ പറയാൻ വിചാരിച്ചിട്ടേ. But we enjoyed the Christmas holidays. Yes. We went to my home. Yes. I saw my parents, brother, sister. After a long time. Yes. I'm very happy. Yes. We are cut cake in my home. Bought my brother. ശരിയാണോ സർ? പറഞ്ഞു നമുക്ക് bought my brother. We make biryani. Yes. And also. Yes. Ayyo. We are went to beach and enjoyed the children's very much. Correct ആണോ? Yes. Okay. പോകട്ടെ, മുന്നോട്ട് പോകട്ടെ. We are returned my home. അത് ചെറിയ മോനെ അവൻ പറഞ്ഞത് we are enjoyed very much എന്ന് പറയും. അവരും വെരി ഗുഡ്. യുവർ അറ്റംപ്റ്റ് ഈസ് അപ്രീഷിയേറ്റഡ്. എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, പറയാൻ കാണിക്കുന്ന ആ മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. ആദ്യമായിട്ട് ഒരു അവസരവും കിട്ടി. മുന്നിൽ പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ, അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് തകർക്കാനുള്ളതല്ലേ? ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് വിചാരിച്ചാൽ വെരി ഗുഡ്. അപ്പൊ ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലിങ്ങനെ കരുതി വെച്ചിട്ട് പറയണമെന്ന് സാർ എന്റെ പേര് വിളിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. 2025 പറഞ്ഞു. സാർ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാനേ ലോഗൗട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു, റേഞ്ച് ഇഷ്യൂ ആയ കാരണം കൊണ്ട്. 2025 ഒരു ആശംസ പറയാൻ വേണ്ടി ഇനി നമ്മൾ അടുത്ത വർഷമൊക്കെ കാണുള്ളൂ. അപ്പൊ ഒരു പ്രതീക്ഷയുടെ ഒരു ആശംസ പറയാൻ വേണ്ടി ശില്പനെ വിളിച്ചതായിരുന്നു. പറഞ്ഞോളൂ ശില്പ. വാട്ട് ഈസ് യുവർ ഡ്രീം ആൻഡ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി 2025 വരവേറ്റുകൊണ്ട് ഒരു 2 വാക്ക് പറഞ്ഞോളൂ. ഇംഗ്ലീഷിൽ തന്നെ പറയണം സർ, മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? പോയതുകൊണ്ട് ഇതിന് മാത്രം ഞാൻ അംഗീകരിച്ചിരിക്കുന്നതാണ്. ക്ലാസ് കഴിയേണ്ട സമയമായില്ല. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞോളൂ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിൽ പലരും ഒരു കാലഘട്ടം, വളരെ വലിയൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചവരാണ്. അതായത് നമ്മൾ എവിടെയും പഠിച്ചിട്ട് എത്തിയില്ല, നമ്മളിപ്പോഴും ഒരു എന്താ പറയുക, ഭാര്യയായി അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങിയിരുന്നു
അങ്ങനെ കുറച്ച് നാൾ നമ്മൾ കഴിച്ചു കൂട്ടി എന്ന് മാത്രം വിശ്വസിച്ച് ജീവിച്ചവരാണ് നമ്മൾ. ആ നമ്മുടെ ജീവിതത്തിലേക്ക് സ്മാർട്ട് സിറ്റി വളരെ വലിയൊരു പ്രതീക്ഷയോടെയാണ് മോണ്ടിസോറി എന്ന ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറി TTC എന്ന് പറയുന്നത് ഭയങ്കര ഒരു പൊക്കിഷം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ പൊക്കിഷം എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം, എൻ്റെ ലൈഫിലൊന്നല്ല, നമ്മൾ ഓരോരുത്തരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എങ്ങനെ ആയിരിക്കണം, ഇൻഡിവിജ്വലി നമ്മൾ എങ്ങനെ നമ്മളെ സെൽഫ് കെയർ ചെയ്യണം, സെൽഫ് റെസ്പെക്റ്റ് എന്താണ്, നമ്മുടെ കുട്ടികളെ ആണെങ്കിൽ പോലും എങ്ങനെ കെയർ ചെയ്യണം എന്നത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ സാറ്, അങ്ങനെ എല്ലാവരും അതിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്തൊരു വർഷമായിട്ട് 2024 മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നറിയാം. എല്ലാവരും പലപ്പോഴും ഓരോ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മുടെ ബാച്ചിൽ അല്ലെങ്കിൽ നമ്മൾ മോണ്ടിസോറി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങളെല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പുതിയൊരു പ്രതീക്ഷയായിട്ട് ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന ഒരു ജോലി മുന്നിലേക്ക് നീട്ടി തന്ന സ്മാർട്ട് സിറ്റിക്കും സ്മാർട്ട് സിറ്റിയിലെ എല്ലാ ഭാരവാഹികൾക്കും, നമ്മുടെ സാറുമാർക്കും, നമ്മുടെ ടീച്ചേഴ്സിനും, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാനൊരു പുതിയ വർഷം നേരാണ്. എല്ലാവരുടെയും ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റട്ടെ എന്നും, ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ആകാശം പോലെ വിസ്താരമുള്ളതാണെന്നാണ് പറയുന്നത്. അതെല്ലാം അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും ഇത് ചെയ്യുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബിലേറ്റഡ് ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ് ഫോർ ഓൾ. താങ്ക് യു സർ. വെരി ഗുഡ് ശില്പ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെയധികം ഹൈ ലെവലിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഇത് ശില്പക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഞാൻ പറയുന്നു, അപ്പൊ തന്നെ പറയുന്നു. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, യു ആർ വെരി ടാലന്റഡ്. ഓക്കെ 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 ഓക്കെ, യു ആർ വെരി ടാലന്റഡ്. ഓക്കെ, അപ്പോ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ടാവണം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാനായിട്ടൊരു സംഗതി നമ്മുടെ മക്കളുണ്ട്. നമ്മൾ പുസ്തകം വായിച്ചാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കും. അപ്പൊ നമ്മൾ മനസ്സിലോട്ട് അത് പതിയും. വെറുതെയെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ മറിച്ചു നോക്കിയാൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും. അപ്പൊ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. അവിടെ സമയത്തൊക്കെ നിങ്ങൾ അത് പ്രയോഗിക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ